ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടോലെ തന്നെ വിച്ച് വൺ ഐ ചൂസ് ഫോർ SSLC, അഥവാ നമ്മൾ ട്യൂഷൻ ഏത് ട്യൂഷനാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പം പണ്ടത്തെ പോലെ എന്നല്ല, നമുക്ക് കുറേ അധികം നമുക്ക് ചോയ്സുകൾ ഉണ്ട്. സൈലം, എക്സാമിന്, എഡ്യൂപോർട്ട്, പിന്നെ നമ്മളെ സ്കൂളിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ നമുക്ക് ചോയ്സ് എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ട്യൂഷൻ സെന്റർ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. എന്ന് വെച്ചാൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ട്യൂഷൻ സെന്ററിൽ തന്നെ ചേരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം കേട്ടുകൊണ്ട് അതിൽ ചേരണം എന്ന് ഒട്ടും നിർബന്ധമില്ല എന്നല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ടീച്ചേഴ്സ് എവിടെയാണോ ഉള്ളത്, നമുക്ക് അത്രയും കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ചേരാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചൂസ് ചെയ്തെന്നുള്ളതല്ലേ, എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഫ്രണ്ട്ലി ആയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ട് തോന്നിയത്. ഞാൻ ബാക്കിയൊന്നും ചീത്തതാണ് എന്നല്ല പറയുന്നത്, എല്ലാം നല്ലതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എക്സാമിനർ ആയതാണ്. ഞാൻ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ലക്ഷ്യ ബാച്ചിന്റെ പ്ലസ് ബാച്ചിലാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബുക്കൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്കുകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങളെ പോലെ തന്നെ എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു 10th പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്യൂഷൻ എടുക്കാൻ എന്ത് ചെയ്യുന്നു. അപ്പം എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ന്യൂട്ടൺസ് എന്ന് പറഞ്ഞൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട്, പിന്നെ സൈലും ഉണ്ട്, എക്സാമിനർ ഉണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ ശരിക്കും ഭയങ്കര സംശയത്തിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അവിടെയൊക്കെ പഠിച്ച് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരെനിക്ക് എന്ന് വെച്ചാൽ ഓൺലൈനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പം ഓൺലൈനായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്തത് സൈലമായിരുന്നു. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് സൈലം അത്ര എന്താ അറിയില്ല, എന്തായാലും എനിക്ക് എക്സാമിനറിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ. ഞാൻ എല്ലാവരും സൈലം ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷനോടെയാണ് ചേർന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എക്സാമിനർ. ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഇതിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ന്യൂട്ടൺസും എല്ലാം അടിപൊളിയാണ്. ന്യൂട്ടൺസ്, സൈലവും, എക്സാമിനറും, എഡ്യൂപോർട്ടും എല്ലാം യൂസ്ഫുൾ ആണ്. പിന്നെ യൂട്യൂബിൽ മാത്രം ക്ലാസ്സുകൾ കണ്ടും ട്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ പറ്റും. ഫുൾ A+ നേടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ആവശ്യമാണ് എന്ത് വാങ്ങിക്കണം എന്നുള്ളത്. എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സൈലം ആണെങ്കിൽ നിങ്ങൾ സൈലത്തിൽ തന്നെ ജോയിൻ ചെയ്യുക, ന്യൂട്ടൺസ് ആണെങ്കിൽ ന്യൂട്ടൺസിൽ തന്നെ ജോയിൻ ചെയ്യുക. ചിലവർക്ക് ഓൺലൈനിൽ ചേർന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഓൺലൈനിൽ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു മനസ്സ് വേണം. കാരണം നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ക്ലാസ് എടുത്ത് കാണണം. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിൽ ചേരാൻ പാടുള്ളൂ. ഓഫ്ലൈനായിട്ട് ഒരാൾ നമ്മളെ അടുത്ത് വന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഓൺലൈനിൽ ചേരരുത്. ഞാൻ പറയണ കേട്ട് മാത്രം നിങ്ങൾ ആരും ജോയിൻ ചെയ്യരുത്. സെമിനാറിന്റെ കാര്യത്തിൽ അവരുടെ 99% അല്ലെങ്കിൽ 90% കാര്യങ്ങളും അവർ യൂട്യൂബിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 10% അവർ ആപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കരുത്തുറപ്പുണ്ടെങ്കിൽ, എനിക്ക് യൂട്യൂബ് ക്ലാസ് കണ്ട് ഉറപ്പായിട്ടും നേടാൻ പറ്റൂ എന്നുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിലൊന്നും ജോയിൻ ചെയ്യാതെ യൂട്യൂബ് നോക്കി പഠിക്കാം. ഞാനെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്യൂഷന് ചേരുന്നത്. ഞാനിപ്പോൾ LKG മുതൽ ഈ 9th വരെ ഞാൻ ഒരു ട്യൂഷനും പഠിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് പഠിച്ചിരുന്നത്. പിന്നെ ഉമ്മ എന്നെ സഹായിക്കും, അങ്ങനെയാണ് പഠിച്ചു പോയിരുന്നത്. എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാൾ ക്രാഫ്റ്റ് വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ക്രാഫ്റ്റ്, ക്രോഷ്യ അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് അതിനൊക്കെ നല്ലൊരു സപ്പോർട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 10th അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കുറവായിരിക്കും. കാരണം പഠിത്തം ഒരുപാടുണ്ടല്ലോ. 10th ആയത് കാരണം തന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ സ്റ്റഡി വ്ളോഗ്സും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാം. കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ട്യൂഷൻ ചേരുമ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളടുത്ത് ഒന്ന് പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.